ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഇന്നത്തേത് ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. കുറച്ച് ടോപ്പിക്കുകൾ നമുക്കിന്ന് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂ ഭാഗത്തുള്ള അഗ്രികൾച്ചറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന മിനറൽസിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് കൊടുക്കുക. ഇനി നോട്ട് വേണമെന്നുള്ളൊരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, നോട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുത്തേക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ലിങ്ക് വഴി ജോയിൻ ചെയ്തിട്ട് ഫയൽസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ചാപ്റ്ററിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ നോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അഗ്രികൾച്ചർ ഇൻ ദ പെനിൻസുലാർ പ്ലേറ്റ്യൂ. അപ്പോൾ പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ കൃഷിക്ക് അത്ര അനുയോജ്യമായിട്ടുള്ളൊരു കണ്ടീഷൻ അല്ല. എങ്കിലും അത്യാവശ്യം കുറേ ഭാഗങ്ങളിൽ റൈസ്, വീറ്റ്, കോട്ടൺ, ഷുഗർ കെയിൻ, ടൊബാക്കോ, അതുപോലെ തന്നെ പ്ലാന്റേഷൻ ക്രോപ്സ് ആയിട്ട് വരുന്ന ടീയും കോഫിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലാന്റേഷൻ ക്രോപ്സ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് വരുന്ന ഏതൊക്കെയാണ്, കോഫിയും ടീയുമാണ്. നമ്മുടെ നീലഗിരി, തമിഴ്നാട്, കർണാടക, കേരള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂ കൃഷിക്ക് അത്ര അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെയുള്ള അൺഡുലേറ്റിംഗ് ടോപ്പോഗ്രഫി അല്ലേ. നമുക്കറിയാം പെനിൻസുലാർ എന്ന് പറഞ്ഞാൽ തന്നെ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, മറ്റ് സ്ഥലങ്ങളെക്കാളൊക്കെ ഉയർന്ന് കാണപ്പെടുന്ന ഒരു ലാൻഡ് ഫോമിനെയാണ് നമ്മൾ പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ ഇതുപോലെ കിടക്കുന്ന അൺഈവനായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ കാണുന്നത് അല്ലേ. കണ്ടോ, ഒരൊക്കെ ഐറ്റം ഇറക്കമൊക്കെ ആയിട്ട് ഒരു അൺഡുലേറ്റിംഗ്, അതൊരു നിരപ്പല്ലാത്ത ടോപ്പോഗ്രഫിയാണ്. ഫ്ലൂവിയലായിട്ടുള്ള ഇറോഡഡ് സോയിലാണ് ഇവിടെ കാണുന്ന പോലെ അല്ലേ. ഈ ചരിഞ്ഞ പ്രദേശമൊക്കെ ആകുമ്പോൾ അവിടെ ആ മഴയൊക്കെ പെയ്ത് വെള്ളം കൊണ്ട് എന്ത് ചെയ്യുന്നു, മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് കൃഷിക്ക് പറ്റാത്ത സ്ലോപ്പായിട്ടുള്ള സ്റ്റീപ്പ് സ്ലോപ്പുകളുണ്ട്. അതുപോലെ തന്നെ എന്താണ്, തിൻ ടോപ്പ് സോയിലാണുള്ളത്. എന്ന് വെച്ചാൽ എന്താ, മുകളിലുള്ള ടോപ്പ് സോയിലാണല്ലോ ഫെർട്ടൈലായിട്ടുള്ള സോയിൽ, അതൊക്കെ വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കൃഷിക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മൾ അത്യാവശ്യം കുറേ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് കോഫി അഥവാ നമ്മുടെ കാപ്പി. ഓക്കെ, പ്രധാനമായിട്ടും കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ്. ഓക്കെ, കർണാടകയാണ്. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ കേരളമാണ്. മൊത്തം കോഫിയുടെ 59% എവിടെയാണ്, കർണാടകയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർണാടകയിലാണ് ആദ്യമായിട്ട് കോഫി പ്ലാന്റേഷൻ ആരംഭിക്കുന്നത്. കർണാടകയിൽ ബാബ ബുദാൻ ഹിൽസ് എന്ന് പറയുന്നൊരു മലനിരകളുണ്ട്. അതായത് ഈ ബാബ ബുദാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സന്യാസിയാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, യമനിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് കോഫിയുടെ സീഡ് 7 കോഫിയുടെ സീഡുകൾ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം. കഥയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം താടിയിൽ ഈ പറയുന്ന കുരു ഒളിപ്പിച്ചുകൊണ്ട് വന്നു. കാരണം അന്നത്തെ കാലത്ത് ഈ കോഫി എന്ന് വെച്ചാൽ അത് ആ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സീക്രട്ടായിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് പുറത്തു കൊണ്ടുവന്ന് സമ്മതിക്കത്തില്ല. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, താടിയിൽ ഈ പറയുന്ന കാപ്പിയുടെ സീഡൊക്കെ ഒളിപ്പിച്ച് വെച്ചാണ് കൊണ്ടുവന്നതെന്നൊക്കെയാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കോഫി പ്ലാന്റേഷൻ ആരംഭിക്കുന്നത് കർണാടകയിലാണ്. അപ്പോൾ ആ കർണാടകയിലെ ആ സ്ഥലത്തിന് നമ്മൾ ബാബ ബുദാൻ ഹിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നും കർണാടക എന്താണ്, കോഫി പ്രൊഡക്ഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റാണ് എന്ത്, കർണാടക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 2 തരം കോഫി വെറൈറ്റീസാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഒന്ന് അറബിക്ക എന്ന് പറയുന്ന വെറൈറ്റിയും മറ്റൊന്ന് റോബസ്റ്റ എന്ന് പറയുന്ന വെറൈറ്റി. രണ്ടും പ്രീമിയം വെറൈറ്റീസ് ഓഫ് കോഫിയാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കോഫി. അപ്പോൾ കോഫി കൾട്ടിവേഷൻ പ്രധാന സ്റ്റേറ്റ് കർണാടകയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. രണ്ടാമത് വരുന്നതാണ് ടീ. അപ്പോൾ ടീ കൾട്ടിവേഷൻ നമ്മൾ നോക്കിയാൽ പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ്. നോർത്ത് ഈസ്റ്റിൽ ആസാം, അരുണാചൽ പ്രദേശ് ഭാഗത്താണെങ്കിലും നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ തമിഴ്നാട്ടിൽ നീലഗിരി ഹിൽസ്, ഇവിടെ നിങ്ങൾക്ക് നീലഗിരി ഹിൽസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ നീലഗിരി ഹിൽസിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ ഈ നീലഗിരി ഹിൽസ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്, കേരള, കർണാടകയിലായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, തേയിലത്തോട്ടങ്ങൾ, നിങ്ങൾ മൂന്നാറൊക്കെ പോകുമ്പോൾ തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, the region stands out with 44% of the plantation and 25% of the total production in India. ഇന്ത്യയിൽ മൊത്തം 44% പ്ലാന്റേഷൻ, അതായത് ചെടികളും 25% പ്രോസസ്സ് ചെയ്ത ടീയും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പറയുന്ന റീജിയണിലാണ്. അതായത് നമുക്ക് തേയിലത്തോട്ടങ്ങളിൽ നിന്ന് തേയില ഇലകൾ കിട്ടും, അതിനെ പ്രോസസ്സ് ചെയ്താണ് നമ്മുടെ തേയിലപ്പൊടിയായിട്ട് മാറ്റുന്നത്. അപ്പോൾ ഇതൊരു ലേബർ ഇൻറ്റൻസീവായിട്ട്, അതായത് ഇതൊരു കൃഷി മാത്രമല്ല, ഇവിടെ ഒരു ഇൻഡസ്ട്രിയും കൂടെ വരുന്നുണ്ട് അല്ലേ. നിങ്ങൾ മൂന്നാറൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും, തേയിലത്തോട്ടങ്ങളോട് ചേർന്ന് തന്നെ ഈ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയുമായിട്ടുള്ളൊരു ചേർന്ന് പോകുന്ന ഒരു സംഭവമാണെന്ന് പറയുന്നത് ടീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും പെനിൻസുലാർ പ്ലേറ്റ്യൂ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ വരുന്ന ഒന്നാണ് ഷുഗർ കെയിൻ, കരിമ്പ്. കരിമ്പിൽ നിന്നാണ് നമ്മൾ പഞ്ചസാര, ശർക്കര പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ ഭാഗത്ത് കരിമ്പ് കൾട്ടിവേഷൻ ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ ഫേവറബിൾ കണ്ടീഷൻസും ഉണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതൊരു ചോദ്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ഉത്തർപ്രദേശാണ്. എങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഷുഗർ കെയിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂവിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ ഭാഗത്ത് ഷുഗർ കെയിൻ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ബ്ലാക്ക് സോയിലിൻ്റെ പ്രസൻസ് ആണ് ഡെക്കാൻ പ്ലേറ്റ്യൂവിൽ. മറ്റൊന്ന് ഇവിടുത്തെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ക്രഷിംഗ് സീസൺ ലോങ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന കരിമ്പ് നട്ട് അത് പാകമായിട്ട് വന്നിട്ട് അത് നമ്മൾ മുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കരിമ്പ് ജ്യൂസാക്കി എടുക്കും. അപ്പോൾ ആ ക്രഷിംഗ് സീസണൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. മാത്രമല്ല ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കരിമ്പിൽ സൂക്രോസിൻ്റെ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. സൂക്രോസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന കരിമ്പിൽ മധുരം തരുന്ന ഭാഗമാണല്ലോ സുക്രോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ്, സുക്രോസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ സുക്രോസ് കണ്ടൻറ്റ് കൂടുതലാണ്. അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ ഇവിടുന്ന് നമുക്ക് പഞ്ചസാര വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഷുഗർ കെയിൻ്റെ കേസിൽ വരുന്നത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് കോട്ടൺ കൾട്ടിവേഷൻ, പരുത്തി. ഇത് ഓൾറെഡി നമ്മൾ ബ്ലാക്ക് സോയിൽ പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ പെനിൻസുലാർ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോട്ടൺ എന്ന് പറയുന്നത് ഒരു ഖാരിഫ് ക്രോപ്പാണ്. ഓക്കെ, അതായത് ജൂൺ മാസത്തിൽ നടുന്നതാണെങ്കിലും പെനിൻസുലാർ ഭാഗത്ത് ഇത് ബിഗിൻ ചെയ്യുന്നത് ഒക്ടോബറിലും ഹാർവസ്റ്റ് ചെയ്യുന്നത് ജനുവരിയിലുമാണ്. കാരണം ഇവിടുത്തെ കണ്ടീഷൻ കുറച്ച് വ്യത്യാസമാണ്. അതായത് 7 ഫ്രോസ്റ്റ് ഫ്രീ മന്ത് വേണം നമുക്ക് ഈ പറയുന്ന കോട്ടൺ കറക്റ്റ് അതിൻ്റെ കറക്റ്റ് സ്റ്റേജിലോട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട്. എന്താ ഫ്രോസ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ മഞ്ഞൊക്കെ വീഴുന്ന സമയത്തെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 0 ഡിഗ്രിക്ക് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ മഞ്ഞ് തുള്ളികളൊക്കെ ഐസായിട്ട് മാറും. അതായത് തറയിലൊക്കെ വീണ് കിടക്കുന്ന മഞ്ഞ് തുള്ളികളുണ്ട്. നമ്മൾ തണുപ്പുള്ള സമയത്തൊക്കെ രാവിലെ എഴുതി നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഗേറ്റിലും ഇലയിലെ തുമ്പിലും ഒക്കെ വെള്ളത്തിൻ്റെ തുള്ളികൾ, മഞ്ഞ് കണങ്ങൾ ഒക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇത് തണുപ്പ് ഒരുപാട് താഴെ പോയാൽ എന്ത് പറ്റും? അത് ഐസ് കട്ടയായിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അത് പരുത്തിയെ മൊത്തം എന്താണ്? ഇല്ലാതാക്കും. അപ്പോൾ അതില്ലാത്ത 7 മാസത്തോളം ഉള്ളൊരു കാലാവധി കൊണ്ടാണ് ഈ പറയുന്ന പരുത്തി എന്താവുന്നത്? നമ്മളെ കറക്റ്റ് ഒരു നമ്മൾ ഈ പറയുന്ന ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലോട്ട് എത്തുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന സമയത്ത് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഖാരിഫ് ക്രോപ്പ് ആണെങ്കിൽ പോലും ഒക്ടോബറിൽ നട്ട് ജനുവരിയിൽ എന്ത് ചെയ്യും? പെനിൻസുലാർ പ്ലേറ്റിൻ്റെ ഭാഗത്ത് നമ്മളിത് വിളവെടുക്കും. അപ്പോൾ കോട്ടൺ വളരാൻ വേണ്ട കണ്ടീഷൻസ് എന്ന് വെച്ചാൽ, ഒന്ന് 21 ഡിഗ്രി ടു 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം. 50 to 100 സെൻറ്റിമീറ്റർ റെയിൻഫോൾ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ പറയുന്ന കോട്ടൺ കൾട്ടിവേഷൻ ഏറ്റവും ബെറ്റർ സോയിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിലാണ്. ഇത് ഡെക്കൺ മാൽവ പ്ലേറ്റ്യൂ റീജിയനിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോട്ടൺ എന്ന് പറയുന്നത് ഗുജറാത്താണ്. രണ്ടാമത് വരുന്നത് ആരാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, അപ്പോൾ ലോ റെയിൻഫോൾ ഉള്ള സ്ഥലത്തും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിഗേഷൻ സഹായത്തോടു കൂടി. അപ്പോൾ എന്താ നമ്മൾ കോട്ടണിൽ പറഞ്ഞത്? കോട്ടൺ ഒരു ഖാരിഫ് ക്രോപ്പാണ്. എങ്കിലും പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ അത് ഒക്ടോബറിൽ നട്ട് ജനുവരിയിൽ വിളവെടുക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനിടയിലുള്ള 7 മാസങ്ങൾ ടെമ്പറേച്ചർ ഒരുപാട് ഡ്രോപ്പ് ആവാത്തില്ല. അതുകൊണ്ട് ഫ്രോസ്റ്റ് ഫ്രീ മന്ത് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി 21 ഡിഗ്രി സെൽഷ്യസ് ടു 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 50 to 100 സെൻറ്റിമീറ്റർ റെയിൻഫോൾ ഉള്ള സ്ഥലത്താണ് കോട്ടൺ കൾട്ടിവേഷൻ ചെയ്യുന്നത്. ബ്ലാക്ക് സോയിൽ അനുയോജ്യമായ സോയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ ഭാഗത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ്. ഓക്കെ, ഇനി മിനറൽസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്ന മിനറൽസിൻ്റെ ഒരു സ്റ്റോർ ഹൗസ് ആണെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ചാപ്റ്റർ തുടങ്ങിയ കാര്യത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കാരണം ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ കൂടുതലും എന്താണ്? ഈ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള റോക്കുകളുണ്ട്. സോയിൽ വെറൈറ്റി പഠിപ്പിച്ചപ്പോഴും നമ്മളിത് പറഞ്ഞതാണ്. അപ്പോൾ ഈ പറയുന്ന സോയിലുകളിന് അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ റോക്കിന് ഇടയിലാണ് പ്രധാനപ്പെട്ട പല മിനറൽസും കിട്ടുന്നത്. ഇനി എന്താണ് മിനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരേപോലത്തെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള വസ്തുക്കളാണ് നമ്മൾ മിനറൽ എന്ന് വിളിക്കുന്നത്. സ്വർണം, വെള്ളി പോലെയുള്ള വിധം മിനറൽസാണ്. പെട്രോളിയം മിനറലാണ്. സിങ്ക്, അലുമിനിയം, പല അങ്ങനെ മണ്ണിൽ നിന്ന് കുഴിച്ച് കിട്ടുന്ന ലോഹങ്ങളും അലോഹങ്ങളും ഒക്കെ എന്താണ്? മിനറലിൻ്റെ ഗണത്തിൽ വരുന്നതാണ്. മൈക്ക എന്ന് പറയുന്ന മിനറലാണ്. അപ്പോൾ കണ്ടീഷൻ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരേപോലത്തെ കെമിക്കൽ കോമ്പോസിഷനുള്ള വസ്തുക്കളാണ് മിനറൽസ്. പ്രധാനമായിട്ടും ഇന്ത്യയിൽ മിനറൽ കാണുന്നൊരു ഭാഗമാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ. ഈ പറയുന്നൊരു ഭാഗമാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. അതായത് ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ് ഇതുപോലത്തെ ഭാഗങ്ങളാണ് എന്ത്? ഈ പറയുന്ന ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ കാണപ്പെടുന്നത്. ഇവിടെയാണ് മിനറൽസ് ഉള്ളത്. ഓക്കെ, ഇവിടെ മെറ്റാലിക് മിനറൽസും ഉണ്ട്, നോൺ മെറ്റാലിക് മിനറൽസും ഉണ്ട്. എന്ന് വെച്ചാൽ മെറ്റൽ പ്രോപ്പർട്ടീസ് ഉള്ള ഇരുമ്പ് പോലെയുള്ള മിനറൽസ്, എന്നാൽ മെറ്റൽ അല്ലാത്ത കൽക്കരി, പെട്രോളിയം, മൈക്ക അതുപോലത്തെ മിനറൽസും നമുക്ക് ഇവിടെ നിന്നിട്ട് കിട്ടാറുണ്ട്. പ്രധാനമായിട്ട് അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂവിൻ്റെ ഭാഗത്താണ് കിട്ടുന്നത്. ഇനി ഏത് ടൈപ്പ് മിനറൽ ഏത് സ്ഥലത്ത് നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പെനിൻസുലാർ പ്ലേറ്റ്യൂവിനെ ഒരു 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റ്യൂ റീജിയൻ,
സെൻട്രൽ റീജിയൻ, സദേൺ റീജിയൻ, സൗത്ത് വെസ്റ്റേൺ റീജിയൻ, നോർത്ത് വെസ്റ്റേൺ റീജിയൻ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സ്ഥലത്തും ഓരോ തരം മിനറൽസാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഓരോന്നും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് നോർത്ത് ഈസ്റ്റ് പ്ലേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്നൊരു ഭാഗമാണല്ലോ ഈ പെനിൻസുലാർ പ്ലേറ്റിൻ്റെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. നോർത്ത് മുകളിൽ വലതുവശത്ത് ഈസ്റ്റ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നോർത്ത് ഈസ്റ്റേൺ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ വരും ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പ്ലേറ്റു റീജിയൻ ആണെന്ന് പറയുന്നു. ഓക്കെ, ഇതെവിടെയൊക്കെ വരും, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ സ്റ്റേറ്റുകളാണ് വരുന്നത്. ഇവിടെ വന്നിട്ടാണ് കോള്, കൽക്കരി, ഇരുമ്പ്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, കോപ്പർ പോലെയുള്ള മിനറൽസ് മൈൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഫാക്ടറികളും അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറീസും ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നെക്സ്റ്റ് വരുന്നത് സെൻട്രൽ റീജിയൻ എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും, നമ്മുടെ ഇന്ത്യയിൽ പെനിൻസുലാർ പ്ലേറ്റിയുടെ സെൻട്രൽ ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഭാഗം എവിടെയൊക്കെയാണ്, ഛത്തീസ്ഗഡിൻ്റെ ഭാഗം, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര വരുന്ന ഈ ഒരു ഭാഗം. ഇവിടെയാണെങ്കിൽ നമുക്ക് അധികമായിട്ട് കിട്ടുന്ന മിനറൽസ് എന്ന് പറയുന്നത് മാംഗനീസ്, ബോക്സൈറ്റ്, ലൈംസ്റ്റോൺ, മാർബിൾ, കോള്, മൈക്ക, അതുപോലെ തന്നെ അയൺ, പിന്നെ ഗ്രാഫൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാതെ പഠിച്ച് വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, എങ്കിലും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി സദേൺ റീജിയനിലോട്ട് വരികയാണെങ്കിൽ സദേൺ റീജിയൻ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും, സൗത്ത് സൈഡ്. അപ്പോൾ എവിടെയാണ്, കർണാടക പ്ലേറ്റു, അതുപോലെ തമിഴ്നാടിൻ്റെയൊക്കെ ഭാഗമാണ് ഈ സദേൺ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇരുമ്പിൻ്റെ ഓറുണ്ട്. ഈ ഇരുമ്പ് ഇപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്നത് പല ടൈപ്പ് ഇരുമ്പുകളാണ്. ഇരുമ്പിൻ്റെ ഓറിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതായത് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും സെൻട്രൽ റീജിയനിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെ ഇരുമ്പ് കിട്ടുകയല്ലേ, അപ്പോൾ എല്ലാം ഒന്നല്ലേ എന്നാണെങ്കിൽ അല്ല, ഇതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ട്. ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ ഓറാണ്. ലിഗ്നൈറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, സദേൺ റീജിയനിൽ നിന്ന് കിട്ടും. ഇനി സൗത്ത് വെസ്റ്റേൺ റീജിയൻ എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും, സൗത്ത് വെസ്റ്റ്, ഈ പറയുന്ന ഭാഗം അല്ലേ. എവിടെയൊക്കെയാണത്, കർണാടകയുടെ വെസ്റ്റേൺ പാർട്ടും ഗോവയുടെ ഭാഗമൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇരുമ്പ് അതുപോലെ ക്ലേ ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട മിനറൽസ് എന്ന് പറയുന്നത്. ഇനി നോർത്ത് വെസ്റ്റേൺ റീജിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഗുജറാത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോകും അല്ലേ. ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയൊക്കെ ഭാഗം എവിടെയാണ്, നമ്മുടെ ആരവല്ലി മലനിരകൾ വരുന്ന മുകളിലത്തെ ആരവല്ലി വരുന്ന ഭാഗം. ഇവിടെ നിന്നാണ് നമുക്ക് കോപ്പർ, ലെഡ്, സിങ്ക്, യുറാനിയം, മൈക്ക പോലെയുള്ള മിനറൽസ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന റീജിയൻസിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പറ്റുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പോയിന്റുകളുണ്ട് ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിനകത്ത്. എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല, ടോപ്പിക്കുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡിൽ നിന്ന് കുറച്ചായിട്ട് ഡെയിലി പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോസായിട്ട് ഇടുന്നത്. ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്ലാസ്, ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് തന്നെ 3-4 മണിക്കൂറൊക്കെ പോയെന്ന് വരും. അപ്പോൾ അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചെറിയ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഭാഗമാണ്. ഓക്കെ, ലൈഫ് ഇൻ ദ പെനിൻസുലാർ പ്ലേറ്റ്. ഇവിടുത്തെ ആൾക്കാരുടെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ആദ്യ കാലങ്ങളിലൊക്കെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് വളരെ കുറവായിരുന്നു. കാരണം ഇവിടെ എന്താണ്, ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസ്ഥ ആയിരുന്നില്ല. കാരണം വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, അണ്ടുലേറ്റിംഗ് ടോപ്പോഗ്രഫിയാണ്, കൃഷി ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാരില്ലായിരുന്നു. എന്നാൽ ഈ മൈനിങ് ആക്ടിവിറ്റീസൊക്കെ തുടങ്ങിയതിന് ശേഷം, അതായത് ഇവിടെ മിനറൽസ് ഉണ്ടെന്ന് കണ്ടെത്തി അതിനെ മൈൻ ചെയ്തെടുക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ടറികൾ വരുന്നു, അതിന് ചുറ്റും ജോലിക്കാർ വരുന്നു, അവർ താമസിക്കുന്നു. അങ്ങനെ എന്തായിട്ട് മാറി, അവർക്ക് ആവശ്യമായിട്ടുള്ള റെയിൽവേ, മറ്റ് കാര്യങ്ങൾ, അതുപോലെ അപ്പോൾ ആൾക്കാർ കൂടുമ്പോൾ ആശുപത്രികളൊക്കെ വന്നതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, പെനിൻസുലാർ പ്ലേറ്റിൻ്റെ ഭാഗവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് തന്നെ അറിയാം, പ്രധാനപ്പെട്ട മെട്രോ സിറ്റികളാണ് അല്ലേ. തമിഴ്നാടിൻ്റെ ഭാഗമായിക്കോട്ടെ, കർണാടക, ബാംഗ്ലൂരൊക്കെ എന്താണ് ഇന്ന് ആൾക്കാർ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, പെനിൻസുലാർ പ്ലേറ്റിലെ ലൈഫ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു കൺക്ലൂഷൻ പോലെ ഇവിടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ.